90% ആളുകളും നമ്മുടെ വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നാണ് നമ്മുടെ യൂട്യൂബ് ചേട്ടൻ എന്നോട് പറയുന്നത്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം യൂട്യൂബ് നമ്മുടെ വീഡിയോസ് കാണാൻ കേട്ടോ. എനിവേ, താങ്ക് യു സോ മച്ച്. മക്കളെയും ജോലിയും കുടുംബവും ഒരുപോലെ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടുന്ന ആളാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. കുട്ടികളും ജോലിയും വീടും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ. അത് നമ്മളെ കാത്തു നിൽക്കാത്ത, നമുക്കെല്ലാവർക്കും തികയാത്ത ഒരു കാര്യമാണ്. എന്താണെന്നല്ലേ? ആ കാര്യം നമ്മുടെ സമയമാണ് അല്ലേ? സമയത്തെ വേണ്ട രീതിയിൽ ചിട്ടയായി ഓർഗനൈസ് ചെയ്താൽ നമുക്ക് എന്തിനും സമയം കണ്ടെത്താം. നമുക്കെല്ലാവർക്കും പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന 9 വഴികളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ 9 വഴിയും പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത്, ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന ആളുകൾക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരൊക്കെ അപ്ലൈ ചെയ്തിട്ട് 100% നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഒരു മാസത്തെ നമുക്ക് ചെയ്തു തീർക്കേണ്ട നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. അതിൽ ജോലി, വീട്, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഒക്കെയും ഉൾപ്പെടുത്തണം. ഫോർ എക്സാമ്പിൾ, ഒരു മാസത്തിൻ്റെ വീക്കെൻഡിലാണ്, ഫസ്റ്റ് വീക്കെൻഡിലാണ് നിങ്ങൾ വീട്ടിലേക്കുള്ള ഗ്രോസറീസ് വാങ്ങുന്നത് എങ്കിൽ നിങ്ങൾ ആ മാസത്തെ ഒരു ചാർട്ടിൽ ആ ഡേറ്റ്, അതായത് ഫസ്റ്റ് വീക്കെൻഡിൻ്റെ ഡേറ്റ് എന്നാണോ ആ ഡേറ്റിൽ നിങ്ങൾ ഗ്രോസറി ഷോപ്പിംഗ് എന്ന് നോട്ട് ചെയ്യാം. ഇതിന് ഞാനൊരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. ഒരു മാസത്തിൽ എത്ര ദിവസം ഉണ്ടോ അത്രയും കളങ്ങളുള്ള ഒരു ചാർട്ട് നിങ്ങൾ ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചാർട്ടിൻ്റെ മോഡൽ നിങ്ങൾക്ക് ഞാനിവിടെ പിൻ ചെയ്ത് തന്നേക്കാം. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ചാർട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓരോ ഡേറ്റും, അതായത് അതിന് നമ്പർ ചെയ്യുക. ആ ഡേറ്റ് ആയിരിക്കണം ആ നമ്പർ. അതായത് ഓരോ കോളത്തിനും 1, 2, 3. ഇപ്പോൾ ഒരു മാസം 31 ദിവസമാണെങ്കിൽ 31 കോളംസ് ഉണ്ടാവണം. കോളത്തിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ നിങ്ങളുടെ ടാസ്കുകൾ എത്രത്തോളം എഴുതാനുണ്ട് എന്നനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്കൊരു 8 സെൻറ്റിമീറ്റർ വരെ നീളവും വീതിയും ഉള്ള ഒരു ചാർട്ട് തയ്യാറാക്കുന്നതിൽ ഏറ്റവും മാക്സിമം അത്ര വരെ നിങ്ങൾക്കാവാം. നിങ്ങളുടെ ഡേറ്റും ഇതൊക്കെ വെച്ചിട്ട്, നിങ്ങളുടെ രീതികൾ വെച്ചിട്ട്, നിങ്ങളുടെ ടാസ്ക് വെച്ചിട്ടൊക്കെ നമുക്ക് അത്രയുള്ളൊരു ചാർട്ട് തയ്യാറാക്കാം. ഇതിന് നമ്പർ ചെയ്യുമ്പോൾ അവധി ദിവസത്തെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റെഡ് കളർ ഉപയോഗിച്ചും അല്ലാത്ത ദിവസത്തെ നോർമൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കളർ ഉപയോഗിച്ചും നിങ്ങൾ മാർക്ക് ചെയ്യുക. ഡേറ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് ആ മാസത്തിൽ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന, ഇപ്പോൾ ഇന്ന ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ട്, മാരേജ് ഉണ്ട്, ഇന്ന ദിവസം ഒരു മീറ്റിംഗ് ഉണ്ട്, ഇന്ന രീതിയിലാണ് അപ്പോയിൻമെൻറ്റ്സ് ഓഫീസിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഇന്ന കോൾസ് എനിക്കുണ്ട്, ഇന്ന സ്ഥലങ്ങളിൽ എനിക്ക് പോകാനുണ്ട്. നമുക്കൊരു മാസം കുറച്ച് നേരത്തെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. അതൊക്കെ നിങ്ങൾ മാസത്തിൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആ മാസത്തെ അറിയാവുന്ന, നെക്സ്റ്റ് മന്തിലേക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ മാസത്തിൻ്റെ ആ ഡേറ്റുകളിലേക്കൊക്കെ ഇത് ഫില്ല് ചെയ്ത് വെക്കുക. നിങ്ങൾ എഴുതി നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ഫസ്റ്റ് വീക്ക് എടുക്കുക. ആ ഫസ്റ്റ് വീക്കിൽ വ്യക്തമായ ഒരു ഡീറ്റെയിൽ പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതായത് ഉറക്കം മുതൽ ഉണരുന്നത് വരെ കുട്ടികളും നിങ്ങൾ ആരൊക്കെ കൂടിയാണോ താമസിക്കുന്നത്, നിങ്ങൾക്ക് ആരുടെയൊക്കെ സഹകരണം ആവശ്യമുണ്ടോ, ഹസ്ബൻഡ്, കുട്ടി, ഇൻലോസ് ആരൊക്കെയാണോ അവരുടെയൊക്കെ ഒരു സഹകരണത്തോടു കൂടി അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട്, പ്ലാനിങ്ങിൽ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനല്ല, പക്ഷേ നിങ്ങളുടെ പ്ലാനിങ്ങിൽ വരുന്ന ടാസ്കുകളിൽ അവർ ഇൻവോൾവ് ആണെങ്കിൽ അതും കൂടെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഫസ്റ്റ് 1 വീക്ക്, ആ മാസത്തെ ആദ്യത്തെ ആഴ്ച നിങ്ങൾ പ്ലാൻ ചെയ്യുക. വ്യക്തമായി ഡീറ്റെയിൽ ആയി പ്ലാൻ ചെയ്യുക. അത് നോട്ട് ചെയ്യുക ഓരോ ഡേറ്റിലും. അതായത് 1 to 7 ഡേയ്സ് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി അത് കുറച്ചുകൂടെ എളുപ്പമാക്കാനും കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികളുടെ ഒരു കളർ ഉപയോഗിക്കാം, നമ്മുടെ ജോബിൻ്റെ കാര്യത്തിന് ഒരു കളർ ഉപയോഗിക്കാം, ലൈഫിൻ്റെ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾക്ക് മറ്റൊരു കളർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ പ്ലാൻ ചെയ്യുമ്പോൾ ഓക്കെ, പിങ്ക് എല്ലാം കുട്ടികളുടെ, ഗ്രീൻ എല്ലാം നമ്മളുടെ, അങ്ങനെ വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ എത്ര ക്രിയേറ്റീവ് ആക്കാൻ പറ്റുമോ അത്രയും ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ കാണാനൊരു ഭംഗിക്കും നമുക്ക് ചെയ്യാൻ തോന്നാനും ഒക്കെ ആയിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇനി നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്ത പ്ലാൻ ഉണ്ടല്ലോ, 1 മന്ത് ചാർട്ടിൻ്റെ പ്ലാൻ ഉണ്ടല്ലോ, ഈ പ്ലാനിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറിയ ചെറിയ റൂൾസ് നമ്മുടെ കൂടെ താമസിക്കുന്ന, നമ്മുടെ കൂടെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മക്കൾ ഓഫ് കോഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക, മക്കളും ഭർത്താവും ഒക്കെ പാലിക്കേണ്ട ചില റൂൾസ് ഉണ്ടാവുമല്ലോ. ആ റൂൾസിനെയും കൂടെ നിങ്ങൾ ഈ ചാർട്ടിൻ്റെ താഴെ മെൻഷൻ ചെയ്യുക, സെറ്റ് ചെയ്യുക, മെൻഷൻ ചെയ്യുക.
ഇങ്ങനെ അവർ റൂൾസ് നിങ്ങൾ സെറ്റ് ചെയ്ത റൂൾസ് പാലിക്കുമ്പോൾ വീക്കെൻഡ്സിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനോ എന്തെങ്കിലും ഒരു ചെറിയ അപ്രിസിയേഷൻ, ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാനോ കൂടെ ശ്രമിച്ചാൽ അവർ ഈ റൂൾസ് കറക്റ്റായിട്ട് പാലിക്കുകയും ചെയ്യും. നിങ്ങളുടെ സമയത്തെ നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാനും പറ്റും. നിങ്ങളൊരു ചിട്ടയായിട്ടുള്ള ലൈഫിലൂടെ, അതായത് നിങ്ങൾക്ക് ഒന്നിനും ഒരു ഹറി ഫീൽ ചെയ്യില്ല. നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് റിലാക്സ്ഡ് ലൈഫിലേക്ക് നിങ്ങൾക്ക് ആവാൻ സാധിക്കും. നിങ്ങളുടെ ജോലികളും തീരും, നിങ്ങളുടെ കുടുംബവും നടക്കും, മക്കളെ നോക്കാൻ സാധിക്കും, നിങ്ങളുടെ ഔട്ട്സൈഡ് ഹോം ജോബും നടക്കും. ഇനി ആ റൂൾസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള റൂൾസ്, അതായത് മക്കൾ എഴുന്നേൽക്കുന്ന, മക്കളും ഭർത്താവും വേക്കപ്പ് ടൈം, സ്ലീപ്പ് ടൈം, ബെഡ് ടൈം, അതുപോലെ ഫാമിലി ടൈം, അതുപോലെ ചെറിയ ചെറിയ ഹൗസ് ഹോൾഡ് ചോസ് ഉണ്ടല്ലോ, അവർക്ക് രണ്ടാൾക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന, രണ്ടു കൂട്ടർക്കും ചെയ്യാൻ പറ്റുന്ന നോർമലായിട്ടുള്ള കുറച്ച് ഹെൽപ്പുകൾ എന്തൊക്കെയാണോ അതൊക്കെ അത് അവരുടെ ഡ്യൂട്ടി ആയിട്ട് നിങ്ങൾ അസൈൻ ചെയ്ത് കൊടുത്താൽ അത് നിങ്ങൾക്ക് എളുപ്പമായില്ലേ. 3 ലക്ഷ്യങ്ങൾ. നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അതിനെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനെ ലക്ഷ്യം വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. എന്നിട്ട് ആ ലക്ഷ്യം നേടാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് നമ്മളൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കണം. ഡെയിലി നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഒരു ചാർട്ട്, അല്ലേ? ആ ചാർട്ടിനെ നമുക്ക് എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം, ഒരു പ്ലാൻ ചാർട്ടെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. രണ്ടാമത് ഞാൻ പറയുന്നത് നിങ്ങളോട് ഒരു റൂള് സെറ്റ് ചെയ്യാനാണ്. ആ ചാർട്ടിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട റൂള്. ഇനി ഇത് രണ്ടുമല്ലാത്ത നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ, ഇന്നത് പഠിക്കണം, അല്ലെങ്കിൽ ഇന്നത് നേടണം, ഇന്നത് നിങ്ങൾക്ക് ചെയ്യണം എന്നൊക്കെയുള്ള നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കണം. അതായത് അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് മാത്രം ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കണം. ആ പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് സ്വയം എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലിഷർ ടൈം ഉണ്ടല്ലോ, ഒരു ബ്രേക്ക് ടൈം, എനിക്ക് ഇത്ര സമയം ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര റിലാക്സ് ചെയ്യണം, അങ്ങനെയൊക്കെ നമുക്ക് സ്വയം തോന്നാറുണ്ടല്ലേ പലപ്പോഴും. അങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ, അതായത് ലിഷർ ടൈം ആക്ടിവിറ്റീസും കൂടെ അതിനകത്ത് നിങ്ങൾ മെൻഷൻ ചെയ്താൽ നിങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴും നിങ്ങൾക്കൊരു ഒരു സെൽഫ് പാമ്പറിങ് ചെയ്യുക. അതായത് നമ്മൾ സ്വയം ഒന്ന് കൊഞ്ചിക്കുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു ലിഷർ ടൈം ആക്ടിവിറ്റി, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അതിനകത്ത് കൊടുക്കുക. ആ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ സെൽഫ് കെയർ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. ഇനി അതൊന്നും വേണ്ട, കുറച്ച് നേരം ഒന്ന് കിടക്കാലോ, നടുനിവർത്തി ഒന്ന് കിടക്കുമ്പോൾ നമുക്കൊരു ആശ്വാസവും ഒരു സമാധാനം കിട്ടില്ലേ. ഇതൊക്കെ തന്നെയാണ് ഒരു ലിഷർ ടൈം ആക്ടിവിറ്റി. അത് ടൈം ബൗണ്ടഡ് ആയിട്ട് വെക്കുക, കിടന്നങ്ങ് മണിക്കൂറുകൾ ഉറങ്ങാനല്ല, ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള ലിഷർ ടൈം ആക്ടിവിറ്റീസ് നിങ്ങൾ സെറ്റ് ചെയ്യുക. നമ്മൾ സെറ്റ് ചെയ്ത പ്രയോറിറ്റി ലിസ്റ്റും മന്ത്ലി പ്ലാനും അതുപോലെ റൂൾസും ഒക്കെ എപ്പോഴും അതുപോലെ തന്നെ പ്രാക്ടിക്കലി നടക്കണം എന്നില്ല, അല്ലേ? ദർ ആർ ചാൻസസ്. ജീവിതമല്ലേ, പലതും വന്ന് കയറാം, പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടായേക്കാം. ഒരു അസുഖം വന്നാൽ മതി, കുട്ടികൾക്കൊരു അസുഖം വന്നാൽ മതി, അല്ലേ? എല്ലാത്തിനും താളം തെറ്റിൽ സംഭവിക്കാം. ഇത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുക, സംഭവിക്കാം എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ കൂടുതൽ ആളുകളിൽ ഉത്കണ്ഠ കാണാറുണ്ട്. ആങ്സൈറ്റി വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യാനും ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ വെപ്രാളപ്പെട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോകും. അപ്പോൾ ഇത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. നമ്മളിത് ഉണ്ടാക്കിയാലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കും എന്തെങ്കിലുമൊക്കെ ഒരു വന്ന് കയറാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിൽ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ, അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി, ആ നമ്മൾ വെച്ചിരുന്ന പ്ലാൻസിന് പകരം എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ ആ ദിവസത്തെ പ്ലാൻ വേറൊരു ദിവസത്തേക്ക് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനോ, അല്ലെങ്കിൽ അതിന് പകരം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്ലാനോ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇത് പ്ലാൻ ബി ഉള്ള ആളുകളൊന്നും ലൈഫിൽ ഫെയിൽ ആയിട്ടില്ല. സോ വി ഷുഡ് ഹാവ് എ പ്ലാൻ ബി. നമ്മൾ എവിടെയും പതറിപ്പോകാനോ തോറ്റുപോകാനോ ഒന്നും പിന്നോട്ട് പോകാനോ ഒന്നും വന്നിട്ട് യാതൊരു കാര്യമില്ല. ലൈഫ് ഇസ് അഹെഡ്, അല്ലേ? മുന്നോട്ടാണ്. അപ്പോൾ എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒരു പ്ലാൻ ബി നിങ്ങൾ കയ്യിൽ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. നോർമലായിട്ട് സ്ത്രീകൾക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് പീരീഡ്സ് ആവുന്ന ഒരു സമയം, ആ സമയം നമുക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, ഇറിറ്റേറ്റഡ് ആയിരിക്കും. ചില ആൾക്കാർ ഭയങ്കര ആങ്കർ ഇഷ്യൂസ് ഉണ്ടാവും, ഒന്നുമില്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവും, അല്ലേ? ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ കുറവാണ്, ഉണ്ട്, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ മന്ത്ലി പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്യുക. ആ ദിവസങ്ങൾക്ക് ഒരു 2-3 ഡേയ്സ് മുന്നേയും ആ ദിവസത്തിന് ശേഷമുള്ള 2-3 ഡേയ്സ്, അതായത് ഒരു 7-8 ഡേയ്സ് നിങ്ങൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സെറ്റ് ചെയ്യാനായിട്ട് വിചാരിക്കും. ഓൾട്ടർനേറ്റീവ് പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്നത് കേട്ടോ. 5 കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് കിച്ചൺ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അതായത് എല്ലാവർക്കും കുക്കിങ്ങും ക്ലീനിങ്ങും ഒന്നും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. കുക്കിംഗ് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് 1 വീക്കിലേക്കുള്ള മീൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അതായത് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതല്ല, പ്ലാൻ പ്രിപ്പറേഷൻ നടത്തി വെക്കാം. ഇപ്പം അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാത്രം സൗകര്യവും ഇഷ്ടവും കൂടിയിട്ടല്ല, അതിൻ്റെ ഒപ്പം തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഇത് കഴിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടങ്ങളും കൂടെ ഒന്ന് നോക്കിയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മീലുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ കൂടുതൽ ചിന്തിച്ച സമയങ്ങളുണ്ട്. ഓക്കെ, മൺഡേ മോർണിംഗ് ഇതാണ്, സൺഡേ മോർണിംഗ് ഇതാണ്, നൈറ്റ് ഇതാണ്, ഉച്ചയ്ക്ക് ഇതാണ്, ലഞ്ച് സ്നാക്ക് എന്താണോ നമ്മുടെ വീട്ടിലെ സാഹചര്യത്തിൽ എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുക അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് മെയിൽ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, ടൈം ഓഫ് കോഴ്സ് ഓർഗനൈസ്ഡ് ആവും. 2, നിങ്ങളുടെ ഗ്രോസറിയിലെ കണക്കുകളിൽ വളരെയധികം ചെലവുകളിൽ വളരെയധികം ഒരു ചുരുക്കം വരിക. 6ാമത്തെ കാര്യം, എന്തൊക്കെ നമുക്ക് ചെയ്യാനുള്ള വർക്കുകൾ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ചെയ്തു, നമ്മളത് ചെയ്തു, പ്രയോറിറ്റി ലിസ്റ്റ് ചെയ്തു, നമ്മൾ കുറേയേറെ കാര്യങ്ങൾ തീർക്കാനുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂർ ഡെയിലി അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ഒരു ഫ്രീ ടൈം സെറ്റ് ചെയ്യാം. സമയത്ത് നിങ്ങൾക്ക് പാട്ട് കേൾക്കാം, മൊബൈലിലിരിക്കരുത് കേട്ടോ. ആ സമയത്ത് നിങ്ങൾ മൊബൈലിലിരിക്കരുത്, സ്ക്രോൾ ചെയ്യരുത്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഒന്നും സ്ക്രോൾ ചെയ്യാനുള്ള സമയമല്ല. ആ അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം അരമണിക്കൂർ നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന വീഡിയോ കാണണം, അതുപോലെ ചെയ്യണം എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാം. ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറയാൻ കാരണം അത് നമ്മളുടെ ടൈം കില്ല് ചെയ്യും. നമ്മൾ വീണ്ടും അതിൽ തന്നെ ഇരിക്കും. അരമണിക്കൂറും കൂടി ഇരിക്കാം, 1 അവർ തീർന്നു അല്ലേ, നമ്മുടെ പ്ലാൻ മൊത്തം തകിടം മറിയും. അതുകൊണ്ട് ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ഫ്രീ ടൈം നിങ്ങൾ സെറ്റ് ചെയ്യുക. 7, മക്കളോടും ഹസ്ബൻഡിനോടും നിങ്ങൾ എക്സോസ്റ്റഡ് ആവുന്ന ടാസ്കിൽ, നിങ്ങൾക്ക് ഭയങ്കര എനർജി വേണം, നമുക്കതൊരു ഹെൽപ്പ് വേണം എന്നുള്ള ടാസ്കിൽ സഹായം ചോദിക്കാം. കുടുംബം എന്ന് പറയുന്നത് ഒരു ടുഗെദർനെസ് ആണ്, എന്നാലും ഒരു ഹാർമോണി ലൈഫിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് സഹായം നിങ്ങൾ ചോദിച്ച് വാങ്ങുക. ഇനി 8, നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് നമുക്കുള്ള ഫ്രീ ടൈം ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം. 2, നമ്മുടെ കൂടെയുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം, നമ്മുടെ ചുറ്റുമുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം, ഓവർ ദി ഫോൺ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം. എന്തൊക്കെയാണോ നമ്മുടെ ഈ ഒരു പ്രോഗ്രസ്സിനെ തടസ്സം വെക്കുന്നത് അതിനെ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരു ലിസ്റ്റും കൂടെ നിങ്ങൾ തയ്യാറാക്കണം, ഡിസ്ട്രാക്ഷൻ ലിസ്റ്റ്. ഈ ഡിസ്ട്രാക്ഷൻ ലിസ്റ്റിലുള്ള ഓരോ പോയിന്റ്സിനെയും നിങ്ങൾ ഒഴിവാക്കുക, നിങ്ങൾ നെവർ മൈൻഡ് കണ്ടീഷനിൽ ഇടുക. അതല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഡിലീറ്റ് ചെയ്യുക, മനസ്സിൽ നിന്നും നിങ്ങളുടെ ലൈഫിൽ നിന്നും ഡിലീറ്റ് ചെയ്യുക. കാരണം ഈ ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ എല്ലാ പ്ലാനിനെയും നമ്മുടെ ലൈഫിനെ മൊത്തത്തിൽ തകിടം മറിക്കാൻ, തവിട് പൊടിയാക്കാൻ വേറൊന്നും വേണ്ട. അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നാൽ ഈ ഡിസ്ട്രാക്ഷൻ വന്നാൽ നമുക്ക് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലേ. പുല്ലെന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നമുക്കതിനെ ഡീൽ ചെയ്യാൻ പറ്റണം. 9, ഉറക്കം. ഒരു 7-8 മണിക്കൂർ നിങ്ങൾ നിർബന്ധമായും ഉറങ്ങിയിരിക്കണം. അതിൽ കൂടുതൽ നിങ്ങൾ ഉറങ്ങണ്ട, അതിൽ കുറവും നിങ്ങൾ ഉറങ്ങണ്ട. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് പകർത്താനും ഇതൊക്കെ നിങ്ങൾ സമയം ഓർഗനൈസ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. നിങ്ങൾ നന്നായിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്തണം എന്നുള്ളൊരു ദൃഢനിശ്ചയം, എനിക്ക് സമയമില്ല, എനിക്ക് ഒന്നും എത്തുന്നില്ല, എനിക്ക് അത് നോക്കാൻ പറ്റുന്നില്ല, ഇത് നോക്കാൻ പറ്റുന്നില്ല, അത് നോക്കുമ്പോൾ ഇത് കിട്ടില്ല, ഇത് നോക്കുമ്പോൾ അത് കിട്ടില്ല എന്നുള്ള ഒരു പോയിന്റ് ഞാനോ നിങ്ങളോ ഇന്ന് മുതൽ അങ്ങോട്ട് പറയാൻ പോകുന്നില്ല എന്ന് ദൃഢനിശ്ചയം നിങ്ങൾ എടുക്കുക. ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് 100% സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ഈ ദൃഢനിശ്ചയം എടുക്കുക. എൻ്റെ ലൈഫിൽ മാറ്റം ഞാൻ വരുത്തും, ഞാൻ ശ്രമിക്കും. അതിന് നിങ്ങൾ ടൈം ഓർഗനൈസ് ചെയ്താൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടും. അതിന് സർവേശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ എന്നെ ഒത്തിരി എൻ്റെ ഒരു ഫ്യൂവലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ പ്രോത്സാഹനങ്ങളും മെസ്സേജസൊക്കെ കാണുമ്പോഴാണ് കൂടുതൽ ചെയ്യാനും കൂടുതൽ നിങ്ങൾക്ക് തരണമെന്നും എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾ കൂടുതലായിട്ട് കമൻറ്റുകൾ ചെയ്യണം, ഷെയർ ചെയ്യണം, ഉപകാരപ്പെടുന്നവർക്കൊക്കെ ലൈക്ക് ചെയ്യണം. 90% ആളുകളും നമ്മുടെ വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നാണ് നമ്മുടെ യൂട്യൂബ് ചേട്ടൻ എന്നോട് പറയുന്നത്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം നമ്മുടെ വീഡിയോസ് കാണാൻ കേട്ടോ. എനിവേ, താങ്ക് യു സോ മച്ച്.